ഹായ്. അപ്പോൾ നമ്മളിത് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് എന്നാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ നെയിം. ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ്. ഇതിലൊരു ആൺകുട്ടിയുണ്ട്. അവൻ ഏത് സമയവും എന്താണ് പൂച്ചകളെ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൺകുട്ടിയാണ്. അപ്പം അവൻ്റെ ഒരു സ്റ്റോറിയാണ് നമ്മളിതിലിപ്പോൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ഹസിഗോവ ടാക്യൂർ ആണ്. അദ്ദേഹം ഒരു ജാപ്പനീസ് റൈറ്ററാണ്. ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 1853 to 1938 ആണ്. He was an innovative Japanese publisher specializing in books in European languages on Japanese subjects. അദ്ദേഹം എന്താണ് ഒരു ജാപ്പനീസ് പബ്ലിഷർ കൂടിയാണ്. അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ജാപ്പനീസ് സബ്ജക്ട്സിനെ ആസ്പദമാക്കിയിട്ട് യൂറോപ്യൻ ലാംഗ്വേജസിൽ ചെയ്യുന്ന വർക്ക്സ് ഉണ്ടാവില്ലേ, ബുക്സ്, ആ ബുക്സ് പബ്ലിഷ് ചെയ്യുക. അതിലാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഹി എംപ്ലോയ്ഡ് ലീഡിംഗ് ഫോറിൻ റെസിഡൻസ് ആസ് ട്രാൻസ്ലേറ്റേഴ്സ്. അതുപോലെ ലീഡിംഗ് ആയിട്ടുള്ള നല്ല ഫോറിൻ റെസിഡൻസിൽ നിന്നുകൊണ്ട് അദ്ദേഹം ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നോട്ടഡ് ജാപ്പനീസ് ആർട്ടിസ്റ്റ് ആസ് ഇല്യൂസ്ട്രേറ്റേഴ്സ് ആൻഡ് ബിക്കെയിം എ ലീഡിംഗ് പർവേയർ ഓഫ് എക്സ്പോർട്ട് ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് ഫോർ ഫോറിൻ റെസിഡൻസ് ഇൻ ജപ്പാൻ. അതുപോലെ തന്നെ ഒരു ഇല്യൂസ്ട്രേറ്റർ ആയിട്ട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബുക്സിനും അതുപോലെ മാഗസീൻസിനൊക്കെ വേണ്ടിയിട്ട് ചിത്രം വരയ്ക്കുന്ന ആളുണ്ടല്ലോ, ആ ഒരു രീതിക്കും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ലീഡിംഗ് പവേയർ കൂടെയാണ് അദ്ദേഹം. പവേയർ എന്ന് പറഞ്ഞാൽ ബുക്സ് എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് വിൽക്കുന്ന ആൾ. ഓക്കെ, അത് ആ ലെവലിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് എക്സ്പോർട്ട് ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് ഫോർ ഫോറിൻ റെസിഡൻസ് ഇൻ ജപ്പാൻ. ജപ്പാനിലുള്ള ഫോറിൻ റെസിഡൻസിലേക്ക് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. അപ്പോൾ അതിനു മുന്നേ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുത്തേക്കണ കണ്ടിട്ടുണ്ടോ? ഹോപ്പ് യു എൻജോയ് ദ സ്റ്റോറി. എന്താ നമ്മൾ ഈ സ്റ്റോറി എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദ മിസ്റ്റീരിയസ് പിക്ചർ യു കം അക്രോസ് ടൈ ദ പെയിൻറ്റർ ഇൻ ദ സ്റ്റോറി. In the story, you will see a boy who is a painter who knows to draw only cats. It's a Japanese folktale. എന്താ നമ്മൾ മിസ്റ്റീരിയസ് പിക്ചറിൽ എന്താണ് യു കെയിം അക്രോസ് ടൈൽ, നമ്മൾ ടൈലിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പെയിൻറ്ററാണ് അല്ലേ. ആ കഥയിൽ നമ്മൾ അദ്ദേഹത്തെ പെയിൻറ്ററായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം നോക്കുന്ന ഈ സ്റ്റോറിയിലും നമ്മുടെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു പെയിൻറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ജാപ്പനീസ് ഫോക്ടെയിലാണ്, ഒരു നാടോടി കഥയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. A long time ago, in a small country village in Japan, there lived a poor farmer and his wife who were very good people. They had a number of children. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് അല്ലേ, നമ്മുടെ ജാപ്പനിൽ ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കർഷകനും അതുപോലെ അവരുടെ ഭാര്യയും ജീവിച്ചിരുന്നു. ഹു were വെരി ഗുഡ് പീപ്പിൾ. അവർ വളരെ നല്ല ആൾക്കാരായിരുന്നു. ദ ഹാഡ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ, അല്ലെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു അവർക്ക്. ആൻഡ് ഫൗണ്ട് ഇറ്റ് വെരി ഹാർഡ് ടു ഫീഡ് ദം ഓൾ. പക്ഷേ എന്താണ്, കുട്ടികളുടെ എണ്ണം കൂടിയതുകൊണ്ട് തന്നെ അവരെ വളർത്തി വലുതാക്കാനും ഫുഡ് കൊടുക്കാനൊക്കെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെ അവർ നേരിട്ടിട്ടുണ്ടായിരുന്നു. ദ എൽഡർ സൺ വാസ് സ്ട്രോങ് ഇനഫ് വെൻ ഓൺലി 14 years ഓൾ ടു ഹെൽപ്പ് ഹിസ് ഫാദർ. എന്താണ്, അതിൽ മൂത്ത ആൺകുട്ടി 14 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു പരുവത്തിൽ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ലിറ്റിൽ ഗേൾസ് ലേൺ ടു ഹെൽപ്പ് ദിയർ മദർ ഓൾമോസ്റ്റ് ആസ് സൂൺ ആസ് ദേ കുഡ് വാക്ക്. അപ്പം ചെറിയ പെൺകുട്ടികളാണെങ്കിലോ ഓക്കെ, അവർക്ക് നടക്കാൻ ഒക്കെ ആവുമ്പോഴത്തേക്ക് തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ അമ്മയെ സഹായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ദ യങ്ങസ്റ്റ് ചൈൽഡ്, എ ലിറ്റിൽ ബോയ്, ഡിഡ്ന്റ് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. പക്ഷെ എന്താണ്, ഏറ്റവും ഇളയ കുട്ടി അതൊരു ആൺകുട്ടിയാണ്. അപ്പോൾ അവൻ എന്താണ്, ഈ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ മാത്രമുള്ള ഒരു ശക്തിയോ ഒരു ബോഡിയോ ഒന്നും അവന് ഇല്ലായിരുന്നു. ഹി വാസ് വെരി ക്ലവർ. പക്ഷെ എന്തായിരുന്നു, അവൻ ഭയങ്കര ബുദ്ധിമാനായിരുന്നു. ക്ലവർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എന്താ, മറ്റുള്ള ബ്രദേഴ്സിനേക്കാളും സിസ്റ്റേഴ്സിനേക്കാളൊക്കെ ബുദ്ധിമാനായിരുന്നു ആ കുട്ടി. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ ആൻഡ് പീപ്പിൾ സെഡ് ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. പക്ഷെ അവൻ എന്താ, വളരെ വീക്കായിരുന്നു, ദുർബലനായിരുന്നു. അതുപോലെ തീരെ സ്മോൾ ആയിരുന്നു, ചെറുതായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പറയും എന്താണ്, ഇവൻ ഒരിക്കലും വലുതാവില്ല എന്നിങ്ങനെ ജനങ്ങൾ പറയുമായിരുന്നു. സോ ഹിസ് പാരൻസ് തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ് ദാൻ ടു ബിക്കം എ ഫാർമർ. അപ്പോൾ അവൻ്റെ പാരൻസ് എന്ത് കരുതി, ഇപ്പം ഇവൻ്റെ ബോഡി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവൻ ഒരിക്കലും എന്താവാൻ പറ്റില്ല, ഒരു നല്ല ഫാമർ ആവാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവനെ ഒരു പ്രീസ്റ്റ് ആക്കാം, പുരോഹിതനാക്കാം എന്ന് അവർ കരുതി. They took him with them to the village temple
one day and asked the good old priest who lived there if he would have their little boy for his acolyte and teach him all that the priest ought to know. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരുടെ അടുത്ത് തന്നെ അവരുടെ ഗ്രാമത്തിലൊരു അമ്പലമുണ്ട്, ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് ഇവരെന്ത് ചെയ്തു, ഇവനെ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ പഴയ പുരോഹിതന്മാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് പോയി പറഞ്ഞു, എന്താണ് എൻ്റെ മകനെ നിങ്ങൾ നിങ്ങളുടെ ആക്വലൈറ്റ് ആക്കുമോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുയായിയായിട്ട് പിന്തുടർച്ചക്കാരനായിട്ട് നിങ്ങൾ എൻ്റെ മകനെ നോക്കുമോ എന്ന് അവരുടെ അടുത്ത് ഒന്ന് ചോദിച്ചു. ആൻഡ് ടീച്ച് ഹിം ഓൾ ദാറ്റ് പ്രീസ് ഔട്ട് ടു നോ. എൻ്റെ എന്താണ്, ഒരു പുരോഹിതൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവന് പഠിപ്പിച്ചു കൊടുക്കാമോ എന്ന് രക്ഷിതാക്കളെ ചോദിച്ചു. The old man spoke kindly to the Lord and asked him some hard questions. എന്താണ്, അപ്പം നമ്മുടെ അവിടെയുള്ള ഏറ്റവും പ്രായം ചെന്ന പുരോഹിതൻ ആ കുട്ടിയെ എന്ത് ചെയ്തു എന്ന് നോക്കി. എന്നിട്ട് അവനോട് കുറച്ച് കടുപ്പമേറിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. So clever were the answers that the priest agreed to take the little fellow in the temple as an acolyte. അപ്പം എന്താണ്, അപ്പം ആൻസേഴ്സ് ഒക്കെ കേട്ട സമയത്ത് നമ്മുടെ പുരോഹിതന് കാര്യം പിടികിട്ടി, ഇവൻ ഭയങ്കര ബുദ്ധിമാനാണ്, അതുകൊണ്ട് തന്നെ ഇവനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആക്വലൈറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ആൻഡ് ടു എഡ്യൂക്കേറ്റ് ഹിം ഫോർ ദ പ്രീസ്റ്റ്ഹുഡ്. പിന്നെന്താണ്, ഇവനെ നമുക്ക് പുരോഹിതനാക്കാം, അതിനു വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം എന്ന് അവരെന്ത് ചെയ്തു, ഡിസൈഡ് ചെയ്തു. ദ ബോയ് ലേൺ ക്വിക്ക്ലി വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് ടോട്ട് ഹിം. അപ്പം നമ്മുടെ ആൺകുട്ടി സമർത്ഥനാണല്ലോ, അവൻ എന്ത് ചെയ്യാണ്, ഓൾഡ് പ്രീസ്റ്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും അവൻ പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വാസ് വെരി ഒബീഡിയൻ ഇൻ മോസ്റ്റ് തിങ്സ്. ഒരുവിധം എല്ലാ കാര്യങ്ങളിലും അവൻ അതുപോലെ ഭയങ്കര അനുസരണശീലമുള്ള കുട്ടിയായിരുന്നു. ബട്ട് ഹി ഹാഡ് വൺ ഫോൾട്ട്. പക്ഷെ അവന് ഒരൊറ്റ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഹി ലൈക്ക് ടു ഡ്രോ കാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി ഹവേഴ്സ് ആൻഡ് ടു ഡ്രോ കാറ്റ്സ് ഈവൻ വർ കാറ്റ്സ് ഔട്ട് നോട്ട് ടു ഹാവ് ബീൻ ഡ്രോൺ ഇറ്റ് ഓൾ. എന്താണ് അവൻ്റെ ആ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത്? അവന് പൂച്ചകളെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം നേരവും കാലമൊന്നും നോക്കാതെ പഠിക്കുന്ന സമയത്താണെങ്കിലും അവൻ എന്ത് ചെയ്യും, ആ ടൈമിൽ പൂച്ചനെ വരയ്ക്കും. അതുപോലെ വരയ്ക്കേണ്ട ആവശ്യം ഒട്ടും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ടും അവൻ എന്ത് ചെയ്യും, പൂച്ചകളെ വരയ്ക്കാനായിട്ട് തുടങ്ങി. Whenever he found himself alone, he drew cats. എന്താ, അവൻ തനിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, പൂച്ചയുടെ ചിത്രങ്ങൾ വരച്ചിടാൻ തുടങ്ങി. He drew them on the margins of the priest book. അപ്പോൾ പ്രീസ്റ്റ് എന്താ പറയുക, പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകം ഉണ്ടല്ലോ, അതിൻ്റെ മാർജിൻസിലൊക്കെ ഇവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ പൂച്ചകളെ വരയ്ക്കാൻ തുടങ്ങി. And on all the screens of the temple and on the walls and on the pillars. ആ പുസ്തകങ്ങളിൽ മാത്രമല്ല അല്ലേ, അമ്പലങ്ങളിലുള്ള കാണുന്ന സ്ക്രീൻസിലും അതുപോലെ ചുവരിലും അതുപോലെ അവിടെയുള്ള തൂണുകളിലൊക്കെ അവൻ പൂച്ചകളെ വരയ്ക്കാനായിട്ട് തുടങ്ങി. Several times the priest told him this was not right. പക്ഷെ ഒരുപാട് തവണ നമ്മളെ പ്രീസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പലവട്ടം, എന്താണ്, ഇത് ശരിയായ കാര്യമല്ല. But he didn't stop drawing cats. പക്ഷെ അവൻ ഒരിക്കലും പൂച്ചകളെ വരയ്ക്കുന്നത് എന്ത് ചെയ്തിരുന്നില്ല, നിർത്തിയിരുന്നില്ല. He drew them because he couldn't really help it. പക്ഷെ അവന് എന്താ പറയുക, അവനെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, കാരണം അവൻ അത്രയും അതിൽ അഡിക്റ്റഡ് ആയിരുന്നു. He had what's called the genius of an artist, and just for the reason he was not quite fit to be an acolyte. A good acolyte should study books. അപ്പോൾ അവന് ഒരുപാട് എന്താ പറയുക ടാലൻ്റ് ഉള്ള ഒരു ബോയ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രീസ്റ്റിനും മനസ്സിലായി, എന്താണ്, ഇവൻ ഒരിക്കലും ഒരു പ്രീസ്റ്റ് ആവാനുള്ള യാതൊരു ഇതും ഇല്ല, കാരണം അത്രയും ജീനിയസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഒരു നല്ലൊരു ഗുഡ് ആക്വലൈറ്റ് ആവാൻ ഇവന് കഴിയില്ല, കാരണം ഇവൻ ആ വേണ്ട പുസ്തകങ്ങളൊന്നും ഇവൻ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. One day after he had drawn some very clever pictures of cats upon a paper screen. അപ്പോൾ ഒരു ദിവസം അവൻ എന്ത് ചെയ്തു, നല്ല നല്ല പൂച്ചകളുടെ നല്ല നല്ല ചിത്രങ്ങൾ അവിടെയുള്ള പേപ്പർ സ്ക്രീനിൽ എന്ത് ചെയ്യാൻ തുടങ്ങി, വരയ്ക്കാനായിട്ട് തുടങ്ങി. The old priest said to him severely, എന്താ, my boy, you must go away from this temple at once. അപ്പോൾ അവിടുത്തെ ഓൾഡ് പ്രീസ്റ്റ് അവസാനം എന്ത് വന്ന് പറഞ്ഞു, എൻ്റെ കുട്ടി നീ എന്ത് ചെയ്തോളൂ, ഇവിടെ നിന്ന് ഈ അമ്പലത്തിൽ നിന്ന് പൊക്കോളൂ. You will never make a good priest. നിനക്ക് ഒരിക്കലും നല്ലൊരു പ്രീസ്റ്റ് ആവാൻ കഴിയില്ല. But perhaps you will become a great artist. പക്ഷേ നിനക്ക് എന്താവാൻ സാധിക്കും, നല്ലൊരു കലാകാരനാവാൻ സാധിക്കും. Now let me give you a last piece of advice. അപ്പം നമ്മുടെ പുരോഹിതൻ പറയാണ്, ഓക്കെ, ഞാൻ നിനക്ക് അവസാനമായിട്ടൊരു അഡ്വൈസ് തരികയാണ്. എന്താണ്? ആൻഡ് ബി ഷുവർ യു നെവർ ഫോർഗെറ്റ് ഇറ്റ്. ഒരു കാര്യം കൂടി ഉണ്ട്, നീ ഒരിക്കലും ആ അഡ്വൈസ് മറക്കരുത്. അഡ്വൈസ് ഇതായിരുന്നു, അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. എന്താണ്, രാത്രി കാലങ്ങളിൽ വലിയ പ്ലേസസിൽ നിൽക്കുന്നത് ഒഴിവാക്കുക. എന്ന് പറഞ്ഞാൽ വലിയ തുറന്നിട്ട സ്ഥലങ്ങളിൽ നീ നിൽക്കരുത്, ചെറിയ സ്ഥലങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക നിൽക്കാനായിട്ട്. The boy didn't know what the priest meant by saying. അപ്പോൾ saying avoid large places, keep to small. അപ്പോൾ എന്താണ്, അപ്പം നമ്മുടെ ബോയ്ക്ക് കാര്യം പിടിയിട്ടില്ല, എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് നമ്മുടെ ബോയ്ക്ക് മനസ്സിലായില്ല. He thought and thought. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. While he was trying up his little bundle of clothes
ടു ഗോ അവേ. അപ്പോൾ അവൻ എന്ത് ചെയ്യായിരുന്നു, അവൻ്റെ ബണ്ടിൽ ടൈ ചെയ്യായിരുന്നു, പോകാൻ വേണ്ടിയിട്ട് ക്ലോത്ത്സ് ഒക്കെ എടുത്ത് മടക്കി അവൻ്റെ ഭാണ്ടൊക്കെ ഇങ്ങനെ കെട്ടി വെക്കുകയായിരുന്നു. ബട്ട് ഹി കുഡന്റ് അണ്ടർസ്റ്റാൻഡ് ദോസ് വേർഡ്സ്. അപ്പോഴും അവനിങ്ങനെ ആലോചിച്ചു, പുരോഹിതൻ എന്താ പറഞ്ഞത്, അപ്പോൾ മനസ്സിലാവുന്നില്ല. ആൻഡ് ഹി വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനി മോർ. പക്ഷേ അവന് അത് പ്രീസ്റ്റിനോട് പോയി ചോദിക്കാനുള്ളൊരു ധൈര്യം ഇല്ലായിരുന്നു. എക്സെപ്റ്റ് ടു സേ ഗുഡ് ബൈ. അവന് ഓക്കെ ഗുഡ് ബൈ പറയാം, അതൊക്കെ, അതിനപ്പുറം അവനൊന്നും ചോദിക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. He left the temple very sorrowfully and began to wonder what he should do. അപ്പം അവൻ എന്ത് ചെയ്തു, ആ അമ്പലം വിട്ടു പോകുന്നത് വളരെ ദുഃഖിതനായിട്ടാണ് അമ്പലം വിട്ട് പോകുന്നത്. പക്ഷെ അവനറിയില്ല, ഇപ്പോഴും അത്ഭുതത്തോടെ നിൽക്കുകയാണ്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്. If he went straight home, he felt sure his father would punish him for having been disobedient to the priest. So he was afraid to go home. പക്ഷെ അവൻ എന്താ, വീട്ടിൽ പോകാൻ പേടിയാ. കാരണം എന്താണ്, അച്ഛൻ ഇവിടെ പഠിപ്പിക്കാനായിട്ട് വിട്ടതാണ് അല്ലേ. അപ്പോൾ പഠിക്കാതെ നീ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് കിട്ടും, പണിഷ്മെന്റ് കിട്ടും. ആ ഒരു പേടി അവനുണ്ടായിരുന്നു. All at once he remembered that at the next village 12 miles away there was a very big temple. അപ്പോൾ അവന് പെട്ടെന്ന് എന്ത് വന്നു, ഒരു ഓർമ്മ വന്നു. അടുത്തുള്ള വില്ലേജിൽ ഒരു 12 മൈൽസ് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, ഒരു വലിയ ക്ഷേത്രമുണ്ട്, നമുക്ക് അവൻ അവിടെ പോവാ എന്നുള്ളൊരു ചിന്ത വന്നു. He had heard there were several priests at the temple. അപ്പോൾ അവൻ എന്തും കേട്ടിട്ടുണ്ട്, ആ അമ്പലത്തിൽ കുറച്ച് പ്രീസ്റ്റ് ഉണ്ട് എന്നുള്ള വിവരം അവന് കേട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് പുരോഹിതന്മാരുണ്ട്. And he made up his mind to go to them and ask them to take him for their acolyte. അപ്പോൾ അവൻ എന്ത് ഡിസൈഡ് ചെയ്തു, ഇനി ഒന്നും നോക്കണ്ട, ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്തോളാം, അവരുടെ ആക്യുലൈറ്റ് ആയിട്ട് ചേർന്നോളാം, അത് പോയിട്ട് ചോദിക്കാം എന്നൊക്കെ അവനിങ്ങനെ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി. ഓക്കെ, now that big temple was closed up, but the boy didn't know this fact. പക്ഷെ ഇപ്പം എന്താ സ്ഥിതി, ആ അമ്പലത്തിൻ്റെ അത് ക്ലോസ്ഡ് ആണ് അല്ലേ. പക്ഷെ നമ്മുടെ കുട്ടിക്ക് ഇക്കാര്യമൊന്നും അറിയില്ല. The reason it had been closed up was that a goblin had frightened the priests away and had taken possession of the palace. അപ്പം എന്താണ് അവിടെ ആ അമ്പലം അടച്ചിടാൻ കാരണം എന്താണ്, അവിടെ ഒരു ഗോബ്ലിൻ ഉണ്ട് അല്ലേ. അത് ഗോബ്ലിൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രീസിനൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഗോബ്ലിൻ ആയിരുന്നു ഇവരൊക്കെ എന്ത് ചെയ്തത്, പേടിപ്പിച്ചു വിട്ടത്. ഗോബ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ പെരിച്ചാഴിയൊക്കെ ഇല്ലേ, വലിയ എലിയില്ലേ, അതായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive again. അല്ലേ. അപ്പം എന്ത് ചെയ്തു, ഒരുപാട് വാരിയേഴ്സ്, ഒരുപാട് എന്താ പറയുക, യോദ്ധാക്കളൊക്കെ വന്നിട്ട് ഇതിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പോയവരൊന്നും പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. Nobody had ever told these things to the boy, so he walked all the way to the village, hoping so be kindly treated by the priests. അപ്പം നമ്മുടെ ഈ ആൺകുട്ടി ഇതൊന്നും അറിയുന്നില്ല അല്ലെ, ഈ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആരും അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവൻ എന്ത് ചെയ്യാണ്, ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് തന്നെ ആ അമ്പലത്തിലേക്ക് ഈ പ്രീസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് ഈ പുരോഹിതന്മാരെ കാണാൻ വേണ്ടി അവൻ പോവുകയാണ്. When he got to the village, it was already dark and all the people were in bed, but he saw the big temple on a hill at the other end of the principal street, and he saw there was a light in the temple. അപ്പോൾ അവൻ എന്ത് ചെയ്തു, when he got to the village, അവൻ ആ ഗ്രാമത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഓൾറെഡി എന്തായിട്ടുണ്ട്, അവിടെ നല്ലോണം ഇരുട്ടിയിട്ടുണ്ട് അല്ലെ, നല്ല ഇരുടായിട്ടുണ്ട്, എല്ലാവരും എന്താണ്, ഉറങ്ങുന്ന സമയമാണ്. പക്ഷെ അവൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് നോക്കിയപ്പം അങ്ങ് ദൂരെ എന്ത് ചെയ്തു, ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് അവനൊരു അമ്പലം കണ്ടു. അപ്പം അവിടുത്തെ മെയിൻ സ്ട്രീറ്റിൽ എന്താ പറയുക, മെയിൻ സ്ട്രീറ്റിൻ്റെ അവസാനമാണ് ആ അമ്പലം നിൽക്കുന്നത്. ആൻഡ് ഹി സോ there was a light in the temple. ആ അമ്പലത്തിൽ ഇങ്ങനെ ലൈറ്റ് കത്തുന്നതായിട്ടും അവൻ കണ്ടു. People who tell the story say the goblin used to make that light in order to tempt lonely travelers to ask for shelter. അപ്പോൾ അതാണ് എന്താ, നമ്മുടെ ഈ ഗോബ്ലിൻ ഉണ്ടല്ലോ, ഈ പെരിച്ചാഴിയാണ് ആ അമ്പലത്തിൽ ഈ ലൈറ്റ് കത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ഈ തനിച്ച് യാത്ര ചെയ്തു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഈ പാതിരയ്ക്കൊക്കെ ഇങ്ങനെ എത്തുന്ന സമയത്ത് അവർക്ക് തങ്ങാൻ ഒരു സ്ഥലവും കിട്ടില്ല. അപ്പം അവരെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട്, അവരെ ഒന്ന് എന്താണ് ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗോബ്ലിൻ എന്ത് ചെയ്യുന്നത്, അവിടെ ലൈറ്റ് പ്രകാശിപ്പിക്കുന്നത്. The boy went at once to the temple and knocked. അപ്പോൾ ബോയ് എന്ത് ചെയ്തു, ഈ ലൈറ്റ് കണ്ടപ്പം അമ്പലത്തിലേക്ക് പോയി, എന്നിട്ട് ഇങ്ങനെ വാതിൽക്കൽ കൊട്ടി. There was no sound inside. അതിൻ്റെ അകത്ത് നിന്ന് യാതൊരു ശബ്ദവും
പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഹി നോക്ക്ഡ് ആൻഡ് നോക്ക്ഡ് അഗെയിൻ. അവൻ എന്ത് ചെയ്തു? വീണ്ടും വീണ്ടും ഇങ്ങനെ വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നു. ബട്ട് സ്റ്റിൽ നോബഡി കെയിം. പക്ഷെ അപ്പോഴും ആരും വന്നില്ല. At last he pushed gently at the door and was quite glad to find that it had not been fastened. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ കുട്ടി എന്ത് ചെയ്തു? അപ്പോൾ പതിയെ എന്ത് ചെയ്തു? വാതിലൊന്ന് തുറന്നു. വാതിൽ തുറന്ന സമയത്ത് അവന് സന്തോഷമായി. എന്താണ്? ആരും അത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. തുറക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. So he went in and saw a lamp burning but no priest. അങ്ങനെ അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ സമയത്ത് അവിടെ ഒരു വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. പക്ഷേ പുരോഹിതന്മാരെയൊന്നും അവിടെ കണ്ടില്ല. He thought some priest would be sure to come very soon and he sat down and waited. പക്ഷെ അവൻ്റെ മനസ്സ് പറഞ്ഞു, എന്താ ആരെങ്കിലും വരാതിരിക്കില്ല അല്ലെ, ഏതെങ്കിലും പുരോഹിതൻ വരാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തു? അവിടെ താഴെ ഇരുന്നു. എന്നിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. Then he noticed that everything in the temple was grey with dust and thickly spun over with cobwebs. എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പം അവൻ്റെ ശ്രദ്ധയിൽ പെട്ടു. എന്താണ്? അമ്പലത്തിൽ മുഴുവൻ എന്താണ്? ചാരവും പൊടിയും ഒക്കെയാണ് അല്ലെ, ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ചിലന്തി വലയും അതൊക്കെയാണ് ഈ അമ്പലം നിറച്ചും. അപ്പം ഈ മാറാലയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടെ ആൾതാമസമോ അല്ലെങ്കിൽ ഉപയോഗമോ ഒന്നും ഇല്ലാത്ത ഉപയോഗശൂന്യമായിട്ടുള്ളൊരു സ്ഥലമാണ് എന്ന്. So he thought to himself that the priest would certainly like to have an acolyte to keep the place clean. അപ്പോൾ അവൻ എന്താ ചിന്തിക്കുന്നത്? The priest would certainly like to have an acolyte to keep the place clean. അപ്പോൾ അവൻ വിചാരിക്കുന്നത് എന്താ? ഇവിടെയുള്ള പ്രീസ്റ്റുകൾ തീർച്ചയായിട്ടും ഒരു അനുയായി എന്തായാലും ആഗ്രഹിക്കുന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? ഈ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം താൻ എന്താ വിചാരിക്കുന്നത്? ഞാനിവിടെ എത്തിയത് കൊണ്ട് തന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാൻ ഒരാളായല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് അവൻ്റെ മനസ്സിൽ. ഇപ്പോഴും അവൻ ചിന്തിക്കുന്നത് എന്താണ്? അവിടെ പ്രീസ്റ്റ് ഉണ്ട് എന്നാണ്. He wondered why they had allowed everything to get so dusty. അപ്പം അവനൊരു അത്ഭുതം തോന്നുകയാണ് അല്ലെ, ഇത്രയും വൃത്തികേടായിട്ട് ഇങ്ങനെ ഈ പൊടിയും മാറാലൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഇത്രയും അഴുക്കോടെ ഇതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ തന്നെ ഇതിങ്ങനെ വെച്ചേക്കുന്നത് എന്നവൻ ചിന്തിക്കുകയാണ്. What most pleased him, however, were some big white screens good to paint cats upon. പക്ഷെ അവനെ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുത്തിയ ഒരു കാര്യം എന്താ? അവിടെ ഒരുപാട് വെള്ള സ്ക്രീനുകൾ വെച്ചാൽ ചുവരുകൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം എന്താണ് അവന് മനസ്സിൽ എന്ത് വന്നു? ഒരുപാട് പൂച്ചകളുടെ ചിത്രം വരയ്ക്കാം എന്നുള്ളൊരു സന്തോഷം അവൻ്റെ മനസ്സിൽ വന്നു. Though he was tired, he looked at once for a writing box and found one and ground some ink and began to paint cats. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ ക്ഷീണിച്ചിരിക്കുകയാണ്. എന്നാലും എന്താണ് അവൻ്റെ റൈറ്റിംഗ് ബോക്സ് അല്ലേ, ചിത്രം വരയ്ക്കാനുള്ള സാമഗ്രികളൊക്കെ ഇങ്ങനെ നോക്കി. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്തു? കുറച്ചെടുത്തു. എന്നിട്ട് കുറച്ച് മഷിയൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് അവൻ എന്ത് സ്റ്റാർട്ട് ചെയ്തു? ഈ പൂച്ചകളെ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. He painted a great many cats upon the screens and then he began to feel very very sleepy. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരുപാട് പൂച്ചകൾ ഇങ്ങനെ വരയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവന് എന്താ ഒരുപാട് ഇങ്ങനെ സമയം കഴിഞ്ഞപ്പം ഇങ്ങനെ ക്ഷീണം വരാനായിട്ട് തുടങ്ങി, ഉറക്കമൊക്കെ വരാനായിട്ട് തുടങ്ങി. He was just on the point of lying down to sleep beside one of the screens when he suddenly remembered the words avoid large places, keep to small. അപ്പോൾ അവൻ എന്ത് കരുതി? ഉറക്കം വരുന്നുണ്ട്, കുറച്ചു നേരം ഈ സൈഡിൽ എന്ത് ചെയ്യാം, ആ സ്ക്രീനിൻ്റെ താഴെയായിട്ട് കിടക്കാം എന്നവൻ വിചാരിച്ചപ്പോഴാണ് പെട്ടെന്ന് അവന് ഓർമ്മ വന്നത്. മുൻപേ ഉണ്ടായിരുന്ന ആ പ്രീസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ അല്ലേ, വലിയ സ്ഥലങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക, എന്നിട്ട് ചെറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. The temple was very large. He was all alone. അപ്പോൾ എന്താ? ടെമ്പിൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവനാണെങ്കിൽ അവിടെ തനിച്ചാണ് ഉള്ളത്. And as he thought of these words, though he could not quite understand them. എന്താണ്? അവൻ ഈ വാക്കുകൾ ആലോചിച്ചു, പക്ഷെ അവന് എന്താ പറയുന്നത് അത് വ്യക്തമായിട്ട് അത് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. He began to feel for the first time a little afraid. അപ്പോൾ അവൻ ആദ്യമായിട്ട് കുറച്ച് ഭയം തോന്നാനായിട്ട് തുടങ്ങി. And he resolved to look for a small place in which to sleep. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവിടെ ഒരു ചെറിയ സ്ഥലം നോക്കി. എന്തിനു വേണ്ടിയിട്ട്? ഉറങ്ങാൻ വേണ്ടിയിട്ട്. He found a little cabinet with a sliding door and went to it and shut himself up. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവിടെ ഒരു ചെറിയ റൂം അവൻ കണ്ടെത്തി. അവിടെ ഒരു ചെരിഞ്ഞ ഒരു വാതിലുണ്ടായിരുന്നു. അപ്പോൾ ആ വാതിൽ തുറന്നവൻ അകത്ത് കയറി, എന്നിട്ട് വാതിൽ അടച്ചു.
Then he lay down and fell fast asleep. അല്ലേ? എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അതിൻ്റെ അകത്ത് കയറി കിടക്കേണ്ട താമസം അവൻ ഉറങ്ങിപ്പോയി. Very late in the night, he was awakened by a most terrible noise. അപ്പം ഒരു പാതിരാത്രി ആയ സമയത്ത്, അർദ്ധരാത്രി ആയപ്പം അവൻ എന്തോ ഭയങ്കരമായ ശബ്ദം കേട്ടിട്ട് എഴുന്നേറ്റു. A noise of fighting and screaming. ആരൊക്കെയോ വഴക്ക് കൂടുന്നുണ്ട്, ആരൊക്കെയോ ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. ആ ശബ്ദമൊക്കെയാണ് അവൻ കേൾക്കുന്നത്. It was so dreadful that he was afraid even to look through a chink of the little cabinet. അല്ലെ, ആ റൂമിൻ്റെ ഒരു ചെറിയ പഴുതിലൂടെ അതെന്താണെന്ന് നോക്കാൻ പോലുള്ള ധൈര്യം അവന് ഉണ്ടായിരുന്നില്ല. He lay very still, holding his breath for fight. അവൻ എന്ത് ചെയ്തു? അനങ്ങാതെ നിന്നു. എന്നിട്ട് ഇങ്ങനെ ശ്വാസം പിടിച്ച് നിന്നു. The light that had been in the temple went out. അമ്പലത്തിലുള്ള ആ പ്രകാശം പതിയെ പതിയെ എന്തായി? കുറഞ്ഞ് ഇല്ലാതായി. But the awful sounds continued and became more awful, and all the temple shook. പക്ഷേ ആ ശബ്ദം ഇപ്പോഴും എന്താണ്? ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഭയാനകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ശബ്ദം. അത് മാത്രമല്ല, ഈ ശബ്ദം കൊണ്ട് തന്നെ അമ്പലം എന്താണ്? ഇങ്ങനെ കുലുങ്ങുന്നുണ്ട്. അത്രയ്ക്ക് ഭയാനകമായിട്ടുള്ള ശബ്ദമാണ് അവിടെ ഉണ്ടാവുന്നത്. After a long time silence came, but the boy was still afraid to move. കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നിശബ്ദത വന്നു. അല്ലേ, എല്ലാം ഒന്ന് കെട്ടടങ്ങിയ പോലെ ഒരു നിശബ്ദത വന്നു. പക്ഷേ ആ ബോയ്ക്ക് അപ്പോഴും ചലിക്കാനായിട്ട് എന്തായിരുന്നു? ഭയം ഉണ്ടായിരുന്നു. He did not move until the light of the morning sun shone into the cabinet through the chinks of the little door. എന്താണ്? പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ച് ആ പ്രകാശം ഈ ക്യാബിനറ്റിൻ്റെ, റൂമിൻ്റെ ഈ പഴുതിലൂടെ കയറി അവൻ്റെ മുഖത്തടിക്കുന്നത് വരെ അവൻ എന്ത് ചെയ്തിരുന്നില്ല? ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടേ ഇല്ല. Then he got out of his hiding place very cautiously and looked about. അവൻ എന്ത് ചെയ്തു? അവൻ ഒളിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി എഴുന്നേറ്റ് അവൻ എന്ത് ചെയ്തു? പുറത്ത് വന്നിട്ട് ഒന്നിങ്ങനെ എല്ലായിടത്തും നോക്കി. The first thing he saw was that all the floor of the temple was covered with blood. അവൻ ആദ്യം കണ്ട കാഴ്ച എന്തായിരുന്നു? ആ ടെമ്പിളിന്റെ നിലം നിറയെ, അമ്പലത്തിന്റെ ഫ്ലോർ നിറയെ എന്തായിരുന്നു? ബ്ലഡ് ആയിരുന്നു, ചോരയായിരുന്നു. And then he saw lying dead in the middle of it an enormous, monstrous rat, a goblin rat bigger than a cow. അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. എന്താണ്? ആ ക്ഷേത്രത്തിൻ്റെ നടുവിലായിട്ട് ഒരു വളരെ ഭയാനകമായിട്ടുള്ള, എന്താ പറയുക, ഭീമാകാരമായിട്ടുള്ള വലിയ ഒരു ഗോബ്ലിൻ റാറ്റ്, അല്ലെ ഒരു വലിയ പെരിച്ചാഴി. ഒരു പശുവിനേക്കാൾ വലിപ്പമുണ്ടെന്നാണ് പറയുന്നത്. അത്രയും വലിയൊരു പെരിച്ചാഴി അതിൻ്റെ ഒറ്റ നടുവിലായിട്ട് ചത്ത് കിടക്കുകയാണ്. But who or what could have killed it? പക്ഷെ ആർക്കാണ്, എങ്ങനെയാണ് എന്താണ് ഇതിനെ കൊന്നത്? ആരാണ് ഇവനെ കൊന്നത്? അല്ലേ? There was no man or other creature to be seen. കാരണം ഇവിടെ വേറൊരു മനുഷ്യനോ വേറൊരു ജീവികളോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അവൻ്റെ കണ്ണുകൊണ്ട് ഇവിടെ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. Suddenly the boy observed that the mouths of all the cats he had drawn the night before were red and wet with blood. ഇപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. എന്തായിരുന്നു? അവൻ വരച്ചു വെച്ചിരിക്കുന്ന ആ പൂച്ചകളുടെ ഒക്കെ ചിത്രത്തിൻ്റെ മുകളിൽ, പൂച്ചകളുടെ വായയുടെ ഭാഗത്ത് അവൻ എന്ത് കണ്ടു? ഒരുപാട് രക്തത്തിൻ്റെ കറ, ഇങ്ങനെ രക്തം നനഞ്ഞു കിടക്കുന്നതായിട്ട് അവൻ എന്ത് ചെയ്തു? കണ്ടു. Then he knew that the goblin had been killed by the cats which he had drawn. അപ്പോൾ അവന് കാര്യം മനസ്സിലായി. ഈ ഗോബ്ലിനെ കൊന്നത് ആരായിരുന്നു? ഈ പൂച്ചകളെല്ലാം കൂടെ ചേർന്നിട്ടായിരുന്നു ആ ഗോബ്ലിനെ കൊന്നത്. And then also for the first time he understood why the wise old priest had said to him, avoid large places at night, keep too small. അപ്പോൾ അവന് മനസ്സിലായി എന്തുകൊണ്ടാണ് തന്നോട് മുൻപേ ഉണ്ടായിരുന്ന ആ പുരോഹിതൻ ഇങ്ങനെ പറയാൻ കാരണം. വലിയ സ്ഥലം തിരഞ്ഞെടുക്കരുത്, എന്ത് ചെയ്യുക, ചെറിയ സ്ഥലം തിരഞ്ഞെടുക്കുക എന്ന് രാത്രികളിൽ എന്ന് ആ പുരോഹിതൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലായത്. Afterward that boy became a very famous artist. അതിനുശേഷം ആ ബോയ് എന്ത് ചെയ്തു? വളരെ പേര് കേട്ട ഒരു കലാകാരനായിട്ട്, ഒരു വലിയ ചിത്രകാരനായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. Some of the cats which he drew are still shown to travelers in Japan. എന്താ പറഞ്ഞിരിക്കുന്നത്? ജപ്പാനിൽ ഇപ്പോഴും ഓരോ യാത്രക്കാരൊക്കെ വരുമല്ലോ, ആ വരുന്ന ആൾക്കാർക്ക് ഇപ്പോഴും അവൻ വരച്ചിരിക്കുന്ന ആ പൂച്ചകളുടെ ചിത്രം കാണിച്ചു കൊടുക്കാറുണ്ട് എന്നാണ് പറയുന്നത്.